പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈശോയുടെ പിറവി തിരുനാളാണ്. ലോകരക്ഷകനായ ഈശോയുടെ പിറവിയുടെ തിരുനാളിൻ്റെ വലിയ സ്മരണയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി മനുഷ്യവതാരം ചെയ്ത ഈശോയുടെ ചിന്തകൾ ഈ ദിവ്യകാരുണ്യ ആരാധനയെ കൂടുതൽ അനുഗ്രഹദായകമാകട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവർ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, പിള്ളക്കച്ചകൾ പൊതിഞ്ഞ് പുൽത്തൂട്ടിൽ കിടത്തി. പുൽക്കൂടിനെ കുറിച്ചും പുൽക്കൂട്ടിൽ ഭോജാതനായ ലോകരക്ഷകനായ ഉണ്ണീശോയെ കുറിച്ചുമുള്ള ചിന്തയിൽ നമുക്കായിരിക്കാം. കാരുണ്യവാനായ ഈശോയെ, അത്യുന്നതങ്ങളിൽ വസിക്കുന്ന അങ്ങ് ഒരു പുൽക്കൂട്ടിൽ ജനിക്കാൻ തക്കവിധം എളിമപ്പെട്ടുവല്ലോ. പിള്ളക്കച്ചകളിൽ പൊതിയപ്പെട്ട നിസ്സഹനായ ഒരു ശിശുവായി അങ്ങ് അവതരിച്ചത് ഞങ്ങളെ അങ്ങയോട് ചേർത്ത് നിർത്താനാണ്. ഈ 25 നോമ്പ് ദിനങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേക്ക് വസിക്കാൻ അനുയോജ്യമായ പുൽക്കൂടായി ഞങ്ങളെ മാറ്റിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യകാരുണ്യനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കടിഞ്ഞൂൽ പുത്രൻ നമ്മുടെ മുൻഗണനയാണ്. മറിയം തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ ലോകത്തിന് നൽകി. കടിഞ്ഞൂൽ അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ആർക്കാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നൽകിയത് അല്ലെങ്കിൽ നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ക്രിസ്മസ് ദിനത്തിൽ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഇന്നു മുതൽ ലോകരക്ഷകനായ, എൻ്റെ രക്ഷകനായ, ഏകരക്ഷകനായ ഈശോ ആണ് എൻ്റെ ജീവിതത്തിലെ കടിഞ്ഞൂൽ സ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ഞാൻ നൽകുന്നത് ദൈവത്തിനാണ് എന്ന് നമുക്ക് തീരുമാനിക്കാം. പിള്ളക്കച്ചകളിൽ പൊതിയുക ലളിതമായ ജീവിതത്തിൻ്റെ വലിയൊരു അടയാളമാണ്. ആഡംബരങ്ങളെക്കാൾ ലാളിത്യത്തെ ദൈവം സ്നേഹിക്കുന്നു. നമ്മുടെ അമിതമായ ആഗ്രഹങ്ങളും ആഡംബരങ്ങളും ഉപേക്ഷിച്ച് ലളിതമായൊരു ജീവിത ശൈലി സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പുൽക്കൂട്ടിൽ കിടത്തുക എന്ന് പറഞ്ഞാൽ ജീവന്റെ അപ്പമാണ്. പുൽക്കൂടുന്നത് മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഇടമാണ്. വിചിത്രമെന്ന് തോന്നാം, ലോകത്തിൻ്റെ ആഹാരമാകാൻ വന്നവൻ തൻ്റെ ആദ്യത്തെ കിടക്ക ഒരു ഭക്ഷണപാത്രമായിരിക്കുകയാണ്. ഈശോയുടെ ആദ്യത്തെ കിടക്ക എന്ന് പറയുന്നൊരു ഭക്ഷണപാത്രമായിരുന്നു. ഇത് ദിവ്യകാരുണ്യത്തിലേക്കുള്ള ഒരു വിരൽച്ചൂണ്ടലാണ്. നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകൾ നീക്കി ഈശോയ്ക്ക് വിശ്രമിക്കാൻ പറ്റിയ നിർമ്മലമായ ഒരു ഇടമായ പുൽക്കൂടായി നമുക്കതിനെ മാറ്റിയെടുക്കാം. അപ്പത്തിൻ്റെ ഭവനത്തിൽ എന്നാണല്ലോ, അപ്പത്തിൻ്റെ ഭവനമെന്നാണല്ലോ ബെത്ലഹേമിനെ കുറിച്ച് പറയുന്നത്. പുൽക്കൂട് മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് ഹൃദയത്തിലെ ശൂന്യതയാണ്. സത്രത്തിൽ ഇടമില്ലായിരുന്നതുകൊണ്ട് അവനെ പുൽക്കൂട്ടിൽ കിടത്തിയതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ലോകത്തിൻ്റെ തിരക്കുകൾ എന്നറിയുമ്പോൾ ഈശോയ്ക്ക് ഇടമില്ലാതെ പോകുന്നുണ്ടോ? 25 നോമ്പ് കാലത്ത് നമ്മുടെ ഹൃദയത്തിലെ അനാവശ്യ തിരക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈശോയ്ക്ക് ഇടം കണ്ടെത്താൻ വേണ്ടി നമ്മൾ നോമ്പ് നോറ്റ് കാത്തിരുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്കുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ? പുൽക്കൂട്ടിൽ പിറന്നവനും ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്നവനുമായ ഈശോയുടെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് എളിമയോടെ പറയാം. ഞങ്ങളുടെ ഹൃദയത്തിലെ അഹങ്കാരവും സ്വാർത്ഥതയും നീക്കി എളിമയുടെ പുൽക്കൂടായി മാറുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വീടില്ലാത്തവർക്കും തെരുവുകളിൽ അന്തിയുറക്കുന്നവർക്കും അങ്ങയുടെ സംരക്ഷണം നൽകുന്നതിനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി പുൽക്കൂട്ട് പിറന്ന ഈശോയെ ഞങ്ങൾ വസിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നോമ്പുകാല പരിത്യാഗങ്ങളിലൂടെ ഞങ്ങളുടെ ഉള്ളിലെ സത്രങ്ങളെ വെടിഞ്ഞ് അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ കുടുംബ നിയോഗങ്ങളെയും നമുക്ക് ഈ നിമിഷം ഈശോയുടെ കാര്യത്തിൽ നമുക്ക് സമർപ്പിക്കാം.
പുൽക്കൂട്ടിൽ കിടന്ന ഈശോയെ ഞങ്ങളിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദിവികാരുനാഥ, പുൽക്കൂട്ടിൽ കിടന്ന ആ ഉണ്ണീശോയെ തന്നെയാണ്, ആ ഉണ്ണീശോ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ ലാളിത്യത്തെയും സ്നേഹത്തെയും ഞങ്ങൾ ആരാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമുക്ക് പുൽക്കൂടിൻ്റെ എളിമയോടും പ്രത്യാശയോടും കൂടി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോ ക്ഷമിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.